ഫ്രീ വീഡിയോ ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഭാഗമാണ്. ത്രികോണമിതി എന്ന് പറഞ്ഞ ആ ഭാഗത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, എന്തുകൊണ്ടാണ് ആ ഒരു ഭാഗത്തിനെ ആ ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ആ ഒരു പോർഷനെ നമ്മൾ ഭയപ്പാടോടെ വീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കതിൻ്റെ ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രിഗണോമെട്രിയുടെ ബേസിക് കൺസെപ്റ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രിഗണോമെട്രി ചോദ്യങ്ങളെല്ലാം നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ട്രിഗണോമെട്രി ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നതെന്നും അതിൻ്റെ ബേസിക് ഫാക്ട്സ് എന്തെന്നുള്ളത് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ട്രിഗണോമെട്രി എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ആംഗിൾസ്, അതുപോലെ സൈഡ്സ്, ഇത് തമ്മിലുള്ള റിലേഷനും മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് പഠിക്കുന്നു. ഓക്കെ, അതാണ് ട്രിഗണോമെട്രി എന്നുള്ളതുകൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിൻ്റെ ആംഗിൾസ്, സൈഡ്സ്, ഇതിനെക്കുറിച്ചുള്ള റിലേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ട്രിഗണോമെട്രിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിരിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ട്രിഗണോമെട്രിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. നമ്മുടെ ഭാസ്കരാചാര്യൻ, ആര്യഭട്ട, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിന് മെജോറിറ്റി ആയിട്ടുള്ള സംഭാവനകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ട്രിഗണോമെട്രി, എന്തൊക്കെയാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ആദ്യം മനസ്സിലാലോചിക്കുക. വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമുക്ക് പരീക്ഷയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ട്രിഗണോമെട്രിയുടെ ബേസിക് റേഷ്യോസ് ഏതൊക്കെയാണ്? അതൊരു ട്രയാങ്കിൾ റിലേറ്റ് ചെയ്താണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിന്റെ ഒരു ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും, അതിന് സംശയമുള്ള കാര്യമല്ല. ശ്രദ്ധിക്കൂ, ഒരു ആംഗിൾ നമ്മൾ അവിടെ എടുത്തു, തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ അവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഏറ്റവും ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏറ്റവും നീളം കൂടി ഏറ്റവും വലിയ വശത്തിന് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നു. അതുപോലെ ഒരു ബേസ് ഉണ്ടാവും, അതിന്റെ ലംബവശത്തിന് ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയുന്നു. ഓക്കെ, പെർപെൻഡിക്കുലർ സൈഡ് ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയുന്നു. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പോകുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുന്ന 3 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് സൈൻ, കോസ്, അതുപോലെ ടാൻ. ഇതിനെ റിലേറ്റ് ചെയ്താണ് ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 3 സൈൻ, കോസ്, ടാൻ. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന ആംഗിൾ, കോണ് എന്ന് പറയുന്നതിനെ ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്ന തീറ്റ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നതിന് ഒരു വാല്യൂ നമുക്ക് കണ്ടെത്തണം. അതുപോലെ കോസ് തീറ്റയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവാം, ടാൻ തീറ്റയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവാം. ആ വാല്യൂ കണ്ടെത്തേണ്ടത് ഈ ട്രയാങ്കിൾ മാത്രം യൂസ് ചെയ്താൽ മതി. ഈ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ വശം, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ വശം ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ ആംഗിളിന് അടുത്തുള്ള ആ ഒരു വശത്തിന് നമുക്ക് അഡ്ജസന്റ് സൈഡ് എന്ന് പറയാം, ആ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ഓപ്പോസിറ്റ് സൈഡ് എന്നും പറയാം. ഇതിൽ നിന്ന് സൈനിന്റെ റേഷ്യോ എടുക്കാനായിട്ട് വേറൊന്നും ചെയ്യേണ്ട, ഏറ്റവും ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അതിന്റെ ഏറ്റവും വലിയ വശമായ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും അതിന്റെ ഏറ്റവും വലിയ വശമായിട്ടുള്ള ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് പറയാം, കോസ് തീറ്റയും പറയാം. കോസ് തീറ്റ എന്താണ്? ഇതിനുള്ള ഈ ആംഗിളിന്റെ നേരെ എന്താണ് അഡ്ജസന്റ് സൈഡ് എടുക്കുക. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതുപോലെ എന്താണ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇത് കഴിഞ്ഞ് മൂന്നാമത് ഏതാണ്, ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈപ്പോട്ടന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബാക്കി 2 സൈഡ് മാത്രമുള്ള റേഷ്യോ എടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടാൻ തീറ്റ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതുപോലെ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതുപോലെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇതാണ് പ്രധാനപ്പെട്ട 3 ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിക്കുന്ന സൈനും കോസും ടാനും. ഇതിൽ നിന്നാണ് ഇനി ബാക്കിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസിലോട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, ഈ ട്രിഗണോമെട്രിക് ബേസിക് ആയിട്ടുള്ള ഈ 3 ട്രിഗണോമെട്രിക് റേഷ്യോ നിന്ന് അടുത്ത ട്രിഗണോമെട്രിക് റേഷ്യോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോസ് എന്ന് പറയുന്ന ഇവയുടെ റെസിപ്രോക്കൽ റേഷ്യോസ് എന്ന് പറയുന്ന ഏതൊക്കെയാണ്, കൊസീക്ക്, അതുപോലെ സീക്ക്, അതുപോലെ കോട്ട്. ഇത് 3 നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ 3 ബേസിക് എന്ത് ഉപയോഗിച്ചാൽ മതി, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്താൽ മതി. അതായത് കൊസീക് തീറ്റ എന്ന് പറയുന്നത് 1/sin തീറ്റ ആയിരിക്കും, അത് സൈനിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് റെസിപ്രോക്കൽ റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊസീക് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/sin തീറ്റ ആയിരിക്കും. ഇനിയുള്ളത് ഏതാണ്, സീക് തീറ്റ. അപ്പോൾ സീക് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, അടുത്തതായിരിക്കും 1/cos തീറ്റ. അതുപോലെ കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/tan തീറ്റ ആയിരിക്കും. ഇത് ഇത്രയാണ്. ഈ 6 ഐഡന്റിറ്റീസും പഠിച്ചു കഴിഞ്ഞാൽ ട്രിഗണോമെട്രിയുടെ ഒരു 1/4 ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഐഡന്റിറ്റീസ് ഏതൊക്കെയാണ്, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്.
കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ ഓരോടെയും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താണ് 1/sin തീറ്റ എടുക്കുമ്പോൾ കോസീക് തീറ്റ, 1/cos തീറ്റ എടുക്കുമ്പോൾ സീക് തീറ്റ, 1/tan തീറ്റ എടുക്കുമ്പോൾ കോട്ട് തീറ്റ. ഓക്കെ, ഇത് ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള 6 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ശ്രദ്ധിച്ചോളൂ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ടാനിനെയും അതുപോലെ കോട്ടിനെയും എന്തിന്റെ ടേമിൽ എഴുതാൻ പറ്റും? സൈനിന്റെയും കോസിന്റെയും ടേമിൽ എഴുതാൻ പറ്റും. വേറെ ഒന്നുമില്ല, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണ്. അതുപോലെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ തിരിച്ചെഴുതുക, കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയാണ്. ഇത് രണ്ടുമാണ് ടാനിനെയും കോട്ടിനെയും നമുക്ക് എന്തിന്റെ ടേമിൽ എഴുതാൻ പറ്റുന്നത്? സൈനിന്റെയും കോസിന്റെയും ടേമിൽ എഴുതാൻ പറ്റുന്നത്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ, അതുപോലെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ. ഇതാണ് ഏകദേശമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇത്രയും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിനുള്ള ചോദ്യങ്ങളിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ട്രിഗണോമെട്രിയുടെ ബേസിക് ഐഡന്റിറ്റീസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് കുറച്ച് ആംഗിൾസ് എങ്ങനെയാണ് ഈ സൈനും കോസും ടാനും ഒക്കെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ, നമുക്ക് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 ട്രയാങ്കിൾസ് ആണ്. അതായത് 45, 45, 90 ആംഗിൾ വരുന്നതും 30, 60, 90 ആംഗിൾ വരുന്ന കോണുകൾ വരുന്ന ആ ഒരു 2 ട്രയാങ്കിൾസ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഈ ട്രയാങ്കിളിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ, 45, 45, 90 വരുന്ന ആ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ നമുക്കറിയാം. എത്രയായിരുന്നു? സൈഡ്സ് 1:1:√2 ആണ്. ഓക്കെ, സൈഡ്സിന്റെ റേഷ്യോ 1:1:√2. അതുപോലെ 30, 60, 90 ഡിഗ്രി വരുന്ന ആ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ നമുക്കറിയാം 1:√3:2 ആണ്. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് വേണ്ടത് sin 30, sin 60 അതുപോലെ അങ്ങനെയുള്ള വാല്യൂസ്, സൈനിന്റെയും കോസിന്റെയൊക്കെ വാല്യൂസ് ഈ ആംഗിൾസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത്. അത് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ചെയ്തു നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചോളൂ, ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ 30, 60, 90 എന്നുള്ള ട്രയാങ്കിൾ തന്നെ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? sin 30 കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ sin 60 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള വാല്യൂസ് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കും, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നോക്കേണ്ടത് 30, 60, 90 എന്ന് പറയുന്ന ആ ട്രയാങ്കിൾ ആണ്. അതിൽ sin 60 എത്രയാണ് അല്ലെങ്കിൽ sin 30 എത്രയാണെന്ന് നോക്കുക. അതിലേക്ക് പോകും മുമ്പേ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടും മൊത്തത്തിൽ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് sin 90 എത്രയാണ്, അതുപോലെ cos 90 എന്ന് പറയുന്നത് എത്രയാണ്, അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് sin 0 ഡിഗ്രി എത്രയാണ്, അതുപോലെ cos 0 ഡിഗ്രിയും എത്രയാണ്. ഇത് പഠിച്ചു വെച്ചേക്കുക. ഇതിന്റെ വാല്യൂസ് sin 90 എന്ന് പറയുന്നത് 1 ആണ്, അതുപോലെ cos 90 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, sin 90യുടെ വാല്യൂ 1ഉം cos 90യുടെ വാല്യൂ 0യുമാണ്. അതുപോലെ sin 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, cos 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. sin 90യുടെ വാല്യൂ 1 ആണ്, cos 90 0, അതുപോലെ sin 0 0 ആണ്, അതുപോലെ cos 0 1 ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറ്റി തിരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഈ sin 90യുടെയും cos 90യുടെയും അതുപോലെ sin 0 cos 0യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് sin 60 അല്ലെങ്കിൽ sin 30 എത്രയാണ്, cos 30 എത്രയാണ്, അങ്ങനെയുള്ള വാല്യൂ നോക്കാം. sin 30 എന്ന് പറയുന്ന ആ ആംഗിൾ അതിന്റെ വാല്യൂ എത്രയാണ്? ശ്രദ്ധിക്കൂ, സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ 30 ഡിഗ്രി ഇവിടെ ഉണ്ട്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? 1 ആണ്. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് വരുന്നതോ 2 ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? sin 30 എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതുകൊണ്ട് അതിന്റെ വാല്യൂ 1/2 ആയിരിക്കും. അടുത്ത് നമുക്ക് നോക്കാം cos 30യുടെ വാല്യൂ എത്രയായിരിക്കും. അപ്പോൾ sin 30 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, 1/2 കിട്ടി. ഇതേപോലെ cos 30 എത്രയാണ്? അപ്പോൾ cos തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ കണ്ടുപിടിക്കാനായിട്ട് എന്തായിരുന്നു? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? cos 30 എന്നോ അല്ലെ cos തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, 30 ഡിഗ്രി ഇവിടെ ഉണ്ട്, അതിന് അഡ്ജസൻറ്റ് സൈഡ് ആയിട്ട് വന്നിരിക്കുന്ന അതിന്റെ ആ സൈഡിന്റെ റേഷ്യോ എത്രയാണ്? നമുക്ക് ആ റേഷ്യോ വാല്യൂ കയ്യിലുണ്ട്. എത്രയാണ്? √3 ആണ്. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ cos 30 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് √3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത് വേണ്ടത് ഏതാണ്? സൈനായി, കോസായി, നെക്സ്റ്റ് ടാൻ 30 എത്രയും നോക്കാം. ടാന്റെ വാല്യൂ നമുക്കറിയാം. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഇവിടെ 30 എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, അഡ്ജസൻറ്റ് സൈഡ് √3 ആണ്. അപ്പോൾ അതിന്റെ റേഷ്യോ നമുക്ക് എടുക്കാം 1 ഡിവൈഡഡ് ബൈ √3. ഇതാണ് ടാൻ 30. ഓക്കെ, അപ്പോൾ sin 30 എത്ര കിട്ടി? 1/2, cos 30 √3/2, അതുപോലെ ടാൻ 30 1/√3. ഇതേ രീതിയിൽ നമുക്ക് കോസിന്റെയും കണ്ടുപിടിക്കാം. എന്താണ്? 60 ഡിഗ്രിയുടെ കണ്ടുപിടിക്കാം, 45 ഡിഗ്രിയുടെയും കണ്ടുപിടിക്കുക. 60 ഡിഗ്രി sin 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് √3/2 നമ്മുടെ ഇവിടെ ഉണ്ട്. അടുത്ത് നോക്കുക, cos 60 എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, 1/2 അതും കിട്ടുന്നു. അടുത്തെന്താണ്? tan 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്, √3 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ √3 ആണ് tan 60യുടെ വില. അടുത്ത് നമുക്ക് എന്താണ്? 45 ഡിഗ്രിയിലോട്ട് പോകാം. 45 ഡിഗ്രി ഇതേപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടത്, രണ്ടും സെയിം ആണ്, അപ്പോൾ ഒറ്റ കണ്ടുപിടിച്ചാൽ മതി. sin 45 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ്
ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 1/√2 ആണ് ഏതിന്റെ വില, സൈൻ 45ന്റെ വില. അതുപോലെ തന്നെയാണ് ഏതാണ് കോസ് 45 അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതും 1/√2 ആയിരിക്കും. ഈ ടാനിന്റെ വില നോക്കാൻ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് 1/1 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, സൈന്, കോസ്, ടാന്റെ വില. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി എല്ലാ ട്രിഗണോമെട്രിക്, ബാക്കിയുള്ള റെസിപ്രോക്കൽ റേഷ്യോസ് ആയാലും അതിനുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ എല്ലാ വാല്യൂസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ശ്രദ്ധിച്ചോളുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് കാര്യവും. 90 ഡിഗ്രിയും 0 ഡിഗ്രിയും വരുന്നത്. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1, കോസ് 90 0, സൈൻ 0 0, കോസ് 0 1. വളരെ ശ്രദ്ധിച്ച് ഈ ഒരു വാല്യൂസ്, ഈ ഒരു ആംഗിൾസിന്റെ സൈൻ വാല്യൂസും കൊസൈൻ വാല്യൂസും ടാൻ വാല്യൂസും എന്താണ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി ട്രിഗണോമെട്രി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട ഒരു മുത്തച്ഛനുണ്ട്. ആ മുത്തച്ഛന് നിങ്ങൾ എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മൾ ട്രിഗണോമെട്രിയിൽ മാത്രമല്ല, ഈ മാത്സിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വേറെ ഏത് പോർഷനിൽ നമ്മൾ ട്രയാങ്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം എന്ത് വരുന്നുണ്ട്, ഈ മുത്തച്ഛൻ്റെ പേര് വരുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ആ മുത്തച്ഛനാണ് പൈതഗോറസ് എന്ന് പറയുന്നത്. പൈതഗോറസ് ഒരു സിദ്ധാന്തം നമുക്ക് തന്നിട്ടുണ്ട്. ആ സിദ്ധാന്തം നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിച്ച് വയ്ക്കുക. വളരെയധികം ഉപയോഗമുള്ള ഒരു തിയറമാണത്. അപ്പോൾ ശ്രദ്ധിച്ചോളുക. നമുക്ക് നോക്കാം പൈതഗോറസ് സിദ്ധാന്തം എന്താണെന്ന്. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഏറ്റവും നീളം കൂടിയ വശത്തിന് നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയാൻ പറ്റും, കർണം എന്ന് പറയാൻ പറ്റുന്നു. അതുപോലെ ഒരു ബേസ് ഉണ്ട്, ബേസ് എന്ന് പറഞ്ഞാൽ പാദവശം. അതുപോലെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ്. അതിനെ എന്താ പറയുക, ലംബവശം എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് പൈതഗോറസ് തിയറം. ആ ഒന്ന് സെറ്റപ്പ് ചെയ്താണ് എടുക്കാനായിട്ട് ബേസിക് ആയിട്ട് ട്രയാങ്കിൾ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പൈതഗോറസ് സിദ്ധാന്തം പറയുന്നതെന്ന്. ഏറ്റവും നീളം കൂടിയ വശം, അതായത് നമുക്ക് ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുത്താൽ, ABC എന്ന് പേര് കൊടുത്താൽ, അല്ലെ ഏറ്റവും നീളം കൂടിയ വശം കർണമായിരിക്കും. അതായത് പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണം സ്ക്വയർ എന്ന് പറയുന്നത്, ഈ കർണം എന്ന് പറഞ്ഞാൽ ആ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദം, ഈ ബേസിന്റെയും പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ കർണം സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒരു പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളുക. പൈതഗോറസ് മുത്തച്ഛൻ ഒരിക്കലും മറന്നു പോരുത്. പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണ്. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബാക്കി രണ്ടെണ്ണം കൂടെ പറയുന്നത്. ബേസ് കണ്ടുപിടിക്കാനായിട്ട് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് ചെയ്യുക. അപ്പോൾ ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യമാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയറിന്റെയും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറിന്റെയും എന്താണ് സമ്മമായിരിക്കും. ഇതാണ് പൈതഗോറസ് സിദ്ധാന്തം പറയുന്നത്. നമുക്ക് പല മേഖലകളിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. ഇനി നമുക്ക് കേരള PSC മുൻ വർഷങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. PSC മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, 1/tan θ എന്ന് പറയുന്ന ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയുടെ വാല്യൂ എത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പേ കണ്ടതാണ് 1/tan θ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/cos θ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/sin θ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ റേഷ്യോയിലോട്ട് പോവുക. ഓക്കെ, 1/sin θ എന്ന് പറഞ്ഞാൽ കൊസീക് θ, 1/sin θ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊസീക് θ. അതുപോലെ നോക്കുക എന്താണ് 1/cos θ എന്ന് പറഞ്ഞാൽ എന്താണ്, cos θ എന്ന് പറഞ്ഞാൽ sec θ. അതുപോലെ 1/tan θ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/tan θ എന്ന് പറഞ്ഞാൽ ഏതാണ്, അതിന്റെ റെസിപ്രോക്കൽ റേഷ്യോ cot θ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം തിരിച്ച് 1/cosec θ എന്നുള്ള പറഞ്ഞ ആ വാല്യൂ എടുത്താൽ 1/cosec θ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, അതിന്റെ റെസിപ്രോക്കൽ നേരെ 1/sin θ കിട്ടും. അപ്പോൾ 1/sin θ cosec θ, ആ cosec θ റെസിപ്രോക്കൽ, അത് 1/cosec θ എടുത്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, sin θ ആയിരിക്കും. അതുപോലെ 1/sec θ എന്ന് പറയുന്നത് എന്തായിരിക്കും, cos θ ആയിരിക്കും. 1/cot θ എന്ന് പറയുന്നത് എന്തായിരിക്കും, tan θ ആയിരിക്കും. അപ്പോൾ ഈ റെസിപ്രോക്കൽ ഐഡന്റിറ്റീസ് നന്നായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇവിടെ നമ്മുടെ ഉത്തരം, നമ്മുടെ ചോദ്യം എന്തായിരുന്നു, 1/tan θ എന്നായിരുന്നു. അതിന്റെ ആൻസർ എന്താ, അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, cot θ ആയിരിക്കും. നമ്മുടെ ഉത്തരം എന്തായിരിക്കും, cot θ. ഓക്കെ, ക്ലിയർ ആണ്. ഇപ്പോൾ റെസിപ്രോക്കൽ റേഷ്യോ ചോദിച്ചാൽ അത് എങ്ങനെ ചോദിച്ചാലും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കുക. എങ്ങനെ ചോദിച്ചാലും ഉത്തരം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോളുക. sin x is equal to cos x, then x is equal to, ഓക്കെ, sin x ന്റെയും cos x ന്റെയും വാല്യൂ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ആംഗിളിനാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആംഗിളിന്റെ സ്ഥാനത്താണ് എക്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ആംഗിളിനാണ് എന്ത് പറയുക, സൈനും കോസും ഈക്വൽ ആവുന്നത്. വേറെ ഒന്നും വേണ്ട, നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആംഗിൾസ് വെച്ചിട്ടുള്ള അല്ലേ, ആ ഫെമിലിയർ ആയിട്ടുള്ള ആ കുഞ്ഞ ആംഗിൾസ് തന്നെയാണ് സാധാരണ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഏതിനൊക്കെയാണ് ഏത് ആംഗിൾ വന്നപ്പോഴാണ് സൈനും കോസും ഈക്വൽ ആയിട്ടുള്ളത് നോക്കിയാൽ മതി. ശ്രദ്ധിക്കുക, 30 വന്നിട്ടില്ല, 60 വന്നിട്ടില്ല, പക്ഷെ ഏതിന് വന്നിട്ടുണ്ട്, 45 ഡിഗ്രി വന്നപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, അവിടെ
ആ സൈനും കോസും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ വില ഓപ്ഷനിൽ കഴിച്ചിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയായിരിക്കും? 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഏതേ മാർക്ക് ചെയ്യുള്ളൂ? 45 ഡിഗ്രി. കാരണം നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. എന്താണ്? സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ ഈക്വൽ ആവുന്നത് ഏത് ആംഗിളിൽ എന്ന് ചോദിച്ചാൽ അത് ഏതിനായിരിക്കും? 45 ഡിഗ്രിക്കായിരിക്കും സൈനും കോസും ഈക്വൽ ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചോളുക. 1 + tan square theta is equal to dash. ഇതും PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1 + tan square theta is equal to dash. നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ബേസിക് ട്രിഗണോമെട്രിക്സ് ഐഡന്റിറ്റീസ് മാത്രം ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഉള്ളിലേക്ക് ചോദിച്ചിട്ടുണ്ട്, ട്രിഗണോമെട്രിയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ നോക്കുക, 1 + tan square theta വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചോളുക. നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിക്കുകയും വളരെയധികം നമ്മൾ എന്താണ് ഓർമ്മിച്ച് വയ്ക്കുക, നമ്മൾ മറന്നു പോയിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ട്രിഗണോമെട്രിക്കകത്ത് sin square theta + cos square theta എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. sin square theta-യുടെയും cos square theta-യുടെയും വാല്യൂ എത്രയാണ്? 1 ആണ്. അതുപോലെ എന്താണ്? sec square theta - tan square theta എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരിക്കും, cosec square theta - cot square theta എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഈ 3 കാര്യങ്ങൾ, ഈ 3 ഐഡന്റിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്താണ് നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്താണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്? ഒരു 1 ഉണ്ട്, ഒരു ടാൻ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഈ രണ്ടാമത് എഴുതിയിട്ടുള്ള ഈ സംഭവമാണ്. അത് സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? 1 + ടാൻ സ്ക്വയർ തീറ്റ. ഈ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ അപ്പുറത്തേക്ക് പോകുക. അപ്പോൾ എങ്ങനെ എഴുതാം അതിനെ? സീക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 + ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരമായി കഴിഞ്ഞു. 1 + tan square theta എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? sec square theta. ക്ലിയർ ആണേ? അപ്പോൾ ഈ 3 ഐഡന്റിറ്റീസും വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇതും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചോളൂ. Which of the following is equivalent to 1 / sin square a - 1? ഓക്കെ, which of the following is equivalent to 1 / sin square a - 1? നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. tan square a, sin square a, cot square a, cos square a. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുക. എങ്ങനെ ആ ഉത്തരത്തിലേക്ക് എത്താം? നോക്കൂ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇവിടെ? 1 / sin square a - 1 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യണം. ഇതിൻ്റെ സിമ്പിളായിട്ടൊരു ആൻസർ കണ്ടെത്തണം. വേറെ ഒന്നും ചെയ്യേണ്ട. എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് നീങ്ങാം. നോക്കൂ, ഇവിടെ എന്താണ്? ഒരു ഫ്രാക്ഷനും ഇവിടെ ഒരു നമ്പർ 1 ഉണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ആദ്യം ചെയ്യുന്ന പോലെ തന്നെ, എല്ലാവരും ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ ഡിനോമിനേറ്റർ 1 ഉണ്ടായിരിക്കും. ഈ സൈൻ സ്ക്വയർ എ കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 - sin square a / sin square a എന്ന് വരും. ഓക്കെ, 1 - sin square a / sin square a എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഈ സംഭവം എവിടെയെങ്കിലും കണ്ടതായിട്ടോ എന്തെങ്കിലും സാധനങ്ങളുമായിട്ട് ഒത്തു നോക്കാനോ പറ്റുമോ നോക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ തൊട്ട് മുമ്പേ നോക്കിയ കാര്യം ഒന്നും കൂടെ നോക്കുക. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അതുണ്ടായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പം ഇതിന്റെ ഉത്തരം കണ്ടെത്താം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ ആംഗിൾ തന്നിരിക്കുന്നത് എന്താണ്? തീറ്റ. പക്ഷേ ഇവിടെ ആംഗിൾ തന്നിരിക്കുന്നത് എന്താണ്? എ. എന്നുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂന്നല്ല. എന്താ? ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? സൈൻ സ്ക്വയർ എ പ്ലസ് cos square a is equal to 1 എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് 1 - sin square a ആണ്. ഏതിനെ അപ്പുറത്തേക്ക് ചാടിക്കുക? sin square a അപ്പുറത്തേക്ക് ചാടിക്കുക. അപ്പോൾ cos square a is equal to എന്തെന്ന് കിട്ടും? 1 - sin square a എന്ന് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? cos square a / sin square a എന്ന് വരും. ഓക്കെ, ഇനി എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം? ഇതാണോ നമ്മുടെ ആൻസർ എന്ന് നോക്കുക. വേണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? cos a / sin a. രണ്ടിടത്തും സ്ക്വയർ ഉള്ളതുകൊണ്ട് അതിനെ ഞാൻ ഒരുമിച്ചെടുത്തു. cos square a / sin square a എങ്ങനെ എടുത്തു? cos a / sin a the whole square എന്നെടുത്തു. കാരണം രണ്ട് ടൈമിൽ എന്ത് വന്നിട്ടുണ്ട്? സ്ക്വയർ വന്നിട്ടുണ്ട്. ഇനി cos a / sin a നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? cos x / sin x എന്ന് പറയുന്നത് എന്തായിരിക്കും? cot x ആണ്. അതായത് ഇവിടെ എക്സിന് പകരം എന്താ വന്നിട്ടുള്ളത്? a. അതുകൊണ്ട് cot a എന്ന് എഴുതാം. അപ്പോൾ cot a the whole square അല്ലെങ്കിൽ cot square a. അപ്പോൾ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തായിരുന്നു? cot square a എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അത് എങ്ങനെയാ ഉത്തരത്തിലേക്ക് എത്തിയെന്ന് ഒന്നും കൂടെ നോക്കാം. ശ്രദ്ധിച്ചോളൂ. 1 / sin square a - 1 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 - sin square a / sin square a ഉണ്ടായിരിക്കും. 1 - sin square a ഈ ഒരു ഐഡന്റിറ്റിയിൽ നമ്മൾ 1 - sin square a ഒരു വാല്യൂ കണ്ടുപിടിച്ചു, cos square a. അപ്പോൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. cos square a അപ്പോൾ എങ്ങനെ വരും? cos square a / sin square a. രണ്ടിടത്തും സ്ക്വയർ കോമൺ ആയതുകൊണ്ട് അത് കോമൺ ആയിട്ട് എടുക്കുക. cos a / sin a ഈക്വൽ ടു
കോട്ടയാണ്. കോട്ട ചെയ്ത ഹോൾ സ്ക്വയർ, അതായത് നമ്മുടെ ആൻസർ എന്തായിരിക്കും? കോട്ട് സ്ക്വയർ എ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചോളൂ. cos a is equal to 12/13, sin a is equal to 5/13. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് tan a? കോസ് തന്നിട്ടുണ്ട്, സൈൻ തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ടത് ടാൻ. തൊട്ട് മുമ്പത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് ടാനിനെ സൈനും കോസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത്. അതറിയാന്നുള്ള കാര്യമാണ്. അപ്പോൾ ടാൻ എ എന്ന് പറഞ്ഞാൽ സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വാല്യൂ ഉണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ടതാണ്. കോസയുടെ വാല്യൂ ഉണ്ട്, സൈനയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ ടാൻ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈനയുടെ വാല്യൂ എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ 13. അതുപോലെ കോസയുടെ വാല്യൂ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 13. നമുക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 13 ഡിവൈഡഡ് ബൈ 12. ആൻസർ എന്ത് കിട്ടും? 5/12. അപ്പോൾ ടാൻ എയുടെ ആൻസർ ആണ്, വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് 5/12. അപ്പോൾ ടാനിനെ നമ്മൾ എന്ത് വെച്ച് കണക്ട് ചെയ്തു? സൈനും കോസുമായിട്ട് കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്യുന്ന കാര്യം നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? ടാൻ എ ഈസ് ഈക്വൽ ടു സൈൻ എ ബൈ കോസ് എ. ഇതേപോലെ നമുക്ക് കോട്ട എ എഴുതാൻ പറ്റുന്നു. എങ്ങനെയായിരുന്നു? കോട്ട എ ഈസ് ഈക്വൽ ടു തിരിച്ചെഴുതുക കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള വാല്യൂസ് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ട്രിഗണോമെട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ്, അതായത് PSC ചോദിച്ചിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇതിൻ്റെ ലെവൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.